വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോറാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ ഇത് ഞാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ പേരെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കേട്ടോ, അത് നമുക്ക് എന്നാടാന്ന് നമുക്ക് അറിയോ. നമുക്ക് ലെറ്റ്സ് പ്ലേ എന്നിടണ്ട, LP അങ്ങനെ വേണ്ട, LPH പോലെ LPH എന്ന് അടിച്ചിട്ട് എന്നിട്ട് പിന്നെ ലെറ്റ്സ് മോളിലത്തെ ഒരു സംഭവമില്ലേ അത് ലെറ്റ്സ് പ്ലേ ഹാർഡ് കോർ ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ സീസൺ 1 നമ്മൾ സീസൺ 1 അങ്ങനെ കളിക്കും. പിന്നെ റിസോഴ്സ് പാക്ക് ഒന്നുമില്ല. അഡ്വാൻസ്ഡിൽ ഞാൻ ഇടാൻ പോണത് കഴിഞ്ഞ ദിവസത്തെ സീഡല്ല, പുതിയ സീഡാണ്. 35 37 68 802 ഈ സീഡാണ് ഇടുന്നത്. ഫ്ലാറ്റ് വേൾഡും കൊണ്ട് ഹാർഡ് കോർ കളിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ക്രിയേറ്റ് ഞാൻ ഹാർഡ് കോർ ഇതുവരെ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കളിച്ചിട്ടുണ്ട്, നിറയെ പ്രാവശ്യമൊക്കെ കളിച്ചിട്ടുണ്ട്. ആ വേൾഡ് ലോസ് ആയിട്ടുണ്ട്. ഹാർഡ് കോർ ഒന്നല്ലെങ്കിൽ ലെതർ ആർമർ അല്ലെങ്കിൽ അയൺ ആർമർ ഇതുണ്ടാക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഡയമണ്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെടും. സർവൈവലായാലും പോലെ എനിക്ക് അയൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഡീപ് സ്ലൈറ്റ് ലെവൽ പോയാൽ ആകെ 1-2 ഡയമണ്ട് കിട്ടും. പിന്നെയോ മിക്ക ഏവിലും ഒരു അരസ്റ്റാക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും ഉണ്ടാക്കണമെങ്കിൽ 35 വേണം, ഹോയും കൂടി ചേർത്ത്. ഞാൻ ഇന്ന് ഹോയ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അരസ്റ്റാക്കിൻ്റെ മോളിൽ ഡയമണ്ട് വേണം. നമ്മൾ ഒരു കേവിൽ പോയാൽ അങ്ങനെ 1-2 കിട്ടും. പിന്നെ നമ്മൾ എത്ര കേവ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വേൾഡ്. കഴിഞ്ഞ സീസണിൽ ഞാൻ ആക്ഷൻ ആൻഡ് സ്റ്റഫ് ഇട്ടിട്ട് കളിച്ചുകൊണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കണേ എൻ്റെ വേൾഡ്. സ്പ്രിൻ്റ് ഇടാം. ഈ കേവൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇത് ഡീപ്പ് സ്ലൈറ്റ് ലെവൽ പോകണ കേവാണ്. അതുകൊണ്ട് നല്ല ഡാർക്ക്നെസ്സുമാണ്. അയണൊക്കെ ഉണ്ടാവും ഇവിടെ മിക്കവാറും. അതുകൊണ്ട് അയണല്ലേ ഉണ്ടാ ഇത്രയും കണ്ടോ, എത്ര മോൺസ്റ്റേഴ്സല്ലേ. അപ്പോൾ വേൾഡ് പെട്ടെന്ന് ക്രിയേറ്റ് ആയത് ഞാൻ ഒരു അടവണ് ഇടാത്തത് കൊണ്ടാണ്. ഇട്ട 1/2 മണിക്കൂർ എടുത്ത് തന്നെ ലോഡാവാൻ. അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തുണ്ട്. പണ്ട് ഞാൻ ഒരു സീഡ് കളിച്ചിട്ടുണ്ട്, ഇതുപോലെ സവാന ബയോം സ്പോണായിട്ട് അടുത്ത് തന്നെ അയണൊക്കെ കിട്ടുന്നത്. ആ സീഡ് ഞാൻ മറന്നുപോയി ഈ സൈറ്റ്. നമുക്ക് ഈ വഴിയല്ല പോകേണ്ടത് നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാൻ. ഞാൻ ഇന്നത്തെ എപ്പിസോഡിലത്തെ ഗോളൊന്നും അങ്ങനെ പറയുന്നില്ല. ബേസൊക്കെ നാളത്തെ എപ്പിസോഡിൽ റിസോഴ്സസ് ഗ്യാദർ ചെയ്യും, അങ്ങനെ അങ്ങ് ബിൽഡ് ചെയ്താൽ മതി. അതാണ് ഇനി കുറച്ചും കൂടി ഫണ്ണാവില്ല. പിന്നെ ഞാൻ സർവറൊക്കെ കളിക്കുന്ന വീഡിയോ ഇടയ്ക്കിടും. ഞാൻ സർവർ എപ്പോഴും കളിക്കാറുണ്ട്, ഹൈവർ എന്ന് പറഞ്ഞ സർവർ. അതിലാണെങ്കിൽ നമുക്ക് ബിൽഡ് ബാറ്റിൽ കളിക്കാം, അങ്ങനെ നിറയെ സർവർ കളിക്കാം. ഉണ്ട് ഇവിടെ ലാവാ പൂളൊക്കെ ഉണ്ട്. കണ്ടോ, ഈ മിക്കവാറും ലാവാ പൂളാണ്. ആണോ? അല്ലേ അത് പൊട്ടിച്ച് വെക്കാം, നിറയെ നേരം എടുക്കും. ലാവാ പൂളായിരിക്കും, ഞാൻ സൗണ്ട് കൂട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അറിയാത്തത്. അല്ല, കേവ ലാവാപ്പൂള കേവ. പെട്ടെന്നങ്ങ് ഓടിപ്പോയിട്ട് ഒരു മരം വെട്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ കേവെങ്കിലും വലിച്ചുണ്ട്. പിന്നെ ഈ മല ഇങ്ങനെ നമുക്ക് വേറെ ഏതോ ഒരു മലയുണ്ട്. അതുകൊണ്ട് അപ്പം നമ്മുടെ സ്കൾട്ടൺ സ്പോണറൊക്കെ ഉണ്ട്.
നമുക്ക് തൽക്കാലത്തിന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വില്ലേജേഴ്സിൻ്റെ ബെഡൊന്നും അടിച്ചു പറ്റുന്നില്ല. അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതേ എടുക്കേണ്ടി വരത്തുള്ളൂ. ചവ ചവ ചവട 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 ചത്തുണ്ട്. നമ്മുടെ ൂളും ഫുഡ് ഇവിടെ വെച്ചിട്ട് ഓടി അങ്ങ് പോവാ. അതുകൊണ്ട് ഓടി അങ്ങ് പോവാ. ആ ഷീപ്പിനെ അങ്ങ് കൊല്ല. ഞാൻ ഇത്ര പതുക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ മരം പോലും വെട്ടിയിട്ടില്ലല്ലോ. ഞാൻ കാരണം മൈൻക്രാഫ്റ്റ് സ്പീഡ് റണ്ണൊന്നും ചെയ്യത്തില്ല അത്ര പെട്ടെന്ന്. ഞാൻ പതുക്കെയാണ് ആദ്യത്തെ ദിവസം സ്കിപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഞാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലേ മൈൻക്രാഫ്റ്റ് ആവത്തുള്ളൂ. ഈ കേവൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ കേവ് ഞാൻ പണ്ട് ബെഡ്റോക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കേവാണ്. ഇവിടെ ഈ കേവിലൊക്കെ നിറയെ അയണുണ്ട്. ഞാനിന്ന് പോയിട്ട് ഇതുകൊണ്ട് അവിടെ തന്നെ 2 അയൺ ഇരിക്കുന്നുണ്ടോ. അതൊക്കെ ഞാൻ അവിടെ ഒരു സ്റ്റാക്ക് അടുപ്പിച്ചുണ്ടാവും. സോ അങ്ങോട്ടേക്ക് പോകാൻ നല്ല വട്ടം വേണം. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി മരം വെട്ടട്ടെ. നമുക്ക് ഈ വേൾഡിൽ ഷീപ്പൊക്കെ ഈസിയായി കിട്ടും. എൻ്റെ അൾട്രാ എഫിഷ്യൻറ്റ് ഹൂൾ ഫാർമൊക്കെ ഓർമ്മയുണ്ടാവും. അത് നല്ല എഫിഷ്യൻ്റാന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എഫിഷ്യൻ്റാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഒരു ഷിയസങ്ങ് ഉണ്ടാക്കി കൈവച്ചാൽ മതി. പിന്നെ അതാണ് ഈ മൈൻക്രാഫ്റ്റിലത്തെ ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പം ഞാൻ ഇപ്പോൾ ഗൈസ് എനിക്ക് എന്തോ പ്രശ്നം ഗൈസ്, അതൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം. ഞാൻ ഫുഡൊന്നും മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യട്ടെ. ഫസ്റ്റ് മൈൻഡ് ചെയ്ത വ്ളോഗ് അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല. അല്ല ഹാർഡ് കോറിലാണെങ്കിൽ ഞാൻ കൂട്ടത്തുമില്ല. അങ്ങനെ ഫസ്റ്റ് മൈൻഡ് ചെയ്ത വ്ളോഗും ഡ്രാഗനെ ബീറ്റിട്ട് വരുന്ന ഡ്രാഗനെഗും ഞാൻ ഒരുമിച്ചാണ് വെക്കുന്നത് എപ്പോഴും. ഫസ്റ്റ് മൈൻഡ് ചെയ്ത വ്ളോഗ് ഇങ്ങനെ വെക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഡ്രാഗനെഗും വെക്കും. അപ്പം ഞാൻ റെഡ് സ്റ്റോണൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ എല്ലാ സോംബിനെ കൊല്ലുന്നു. നെതറിഡ് സ്വാഡൊക്കെ മാസ്റ്റർ സ്വാഡ് റീനെയിമേറ്റ് അങ്ങനെ കൊണ്ടുപോയിടും. ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടേ കണ്ടോ, ഞാൻ അങ്ങനെ ഓടിച്ചാടി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ പോളിസി. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഇതെടുത്തിട്ട് തൊണ്ടേ ഇതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ക്രാഫ്റ്റിംഗ് ടേബിൾ 1 2 ഇപ്പോൾ അതുകൊണ്ട് 3ാമത്തെ 4ാമത്തെ 5ാമത്തെ അപ്പോൾ ഇവിടെ വെക്കണം. എന്നിട്ട് വേണ്ടേ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ തറയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. ആ സ്റ്റിക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ ബെഡ് ഉണ്ടാക്കണം. ബെഡില്ലാണ്ട് മൈൻക്രാഫ്റ്റിലെ കളി നടക്കില്ല. അത് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ആർക്കും അറിയാത്തതല്ല. ഇതൊക്കെ ഈസിയായി എല്ലാവർക്കും അറിയുന്നതല്ലോ ആണല്ലോ. അപ്പം നമുക്ക് വേണ്ട 16 എണ്ണമാണ്. അത് വെച്ച് ഇതുണ്ട് ഒരു ഷവല് ഒരു ഹോയും ഉണ്ടാക്കാനുള്ളതായിരുന്നു. പക്ഷേ ഞാൻ 16 എണ്ണം വേണ്ടായിരുന്നു, 12 എണ്ണം മതിയായിരുന്നു. ഹോ നമ്മളെന്തായാലും ഇപ്പം ഉണ്ടാക്കണില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാനൊന്ന് ഹോ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് അന്ന് തന്നെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇതങ്ങ് മൈൻഡ് ചെയ്യാം. നമ്മുടെ ഫുഡും എടുക്കട്ടെ. ഫുഡ് എന്നിട്ട് വേണം നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാൻ. പിന്നെ ഈ സീരീസ് നമ്മൾ ഒരാഴ്ചയിൽ 2 വീഡിയോ ഒക്കെയാണ് കൊണ്ടുവരുന്നുള്ളത്. അതങ്ങനെയാണ്, ഒരാഴ്ചയിൽ 2 or 3. പിന്നെ ഞാൻ ഒരാഴ്ച 2 or 3 ദിവസത്തിൽ മിക്കവാറായിട്ട് ലെറ്റ്സ് പ്ലേ സീസൺ 1 ആയിരിക്കും കളിക്കുന്നത്. കാരണം എനിക്ക് ഹാർഡ് കോറി ഒട്ടും എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ അറിയത്തില്ല. സർവൈവ് ചെയ്യാൻ അറിയാം, വാനില മൈൻക്രാഫ്റ്റ് പോലെ എങ്ങനെ കളിച്ചാൽ മതി. ബട്ട് ഇത് ചെറിയൊരു പ്രശ്നമുണ്ട്.
ഡൈ ആയാൽ പിന്നെ ആ വേൾഡ് പോയി. ഡിലീറ്റ് ചെയ്യാണ്ട് സ്പെക്ടേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ ബിൽഡ്സൊക്കെ കറങ്ങി കറങ്ങി നോക്കാം. ആദ്യം തന്നെ നമ്മൾ കോബിൾ സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കൊളാബിനേറ്റഡ് വേർഷൻ. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീരീസ് ആയിരിക്കും. അതുകൊണ്ട് ഈ അയണൊക്കെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അയൺ സ്വാഡൊക്കെ ഉണ്ടായിരുന്നു. ആക്ഷൻ സ്റ്റഫ് ഇട്ടത്. അതുകൊണ്ട് എൻ്റെ ആ ബേസും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇവിടെ 2 ചെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബാലം എല്ലാം പോയി. നമുക്ക് ടെൻ്റ് അടിക്കാം. ഇവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യപ്പോൾ തന്നെ എത്ര ബ്ലാക്ക് ഉണ്ട് കയ്യിൽ? 0. അപ്പോൾ പോയിട്ട് ഒരു ബ്ലാങ്കും കൂടി മൈൻ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ വേണ്ട ഇത് വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ സമയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിലേക്ക് എത്തവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.